ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള പ്രവീണിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. ഒരു ഫാമിലി ബ്ലോഗറാണ് ഗൈസ്. ഈ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തുടങ്ങി ഗൈസ്. അടുത്തിടയിൽ ഒരു വ്യക്തി ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ബാഡ് കമൻറ്റുകളും മറ്റുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. ഈ ഒരു വ്യക്തി ഫാമിലി ബ്ലോഗറാണ്. ഈ ഒരു വ്യക്തി കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ മരണപ്പെട്ടു പോയി. അച്ഛൻ്റെ കാറ് വിറ്റു എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലൻ ഒരു ടോക്ക് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പേഴ്സണലി അറിയാൻ സാധിച്ചത്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ട്രോളും മറ്റുള്ള പേജുകളും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടും സ്കാമിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ബ്ലോഗിൽ പറയുന്നത്. പിന്നെ മോണിറ്റൈസേഷൻ ഞാൻ ഓണാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടും ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. നമ്മളെല്ലാം ക്യാഷിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടും ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. ഇതൊരു സ്ക്രിപ്റ്റഡ് അല്ല, ഇത് വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചിട്ടും ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. സ്ക്രിപ്റ്റഡ് ബ്ലോഗർ അല്ല ഞാൻ എടുക്കുന്നത്, നന്നാൾ കഴിയുന്ന ബ്ലോഗാണ് ഞാൻ ഇടുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. യാത്രയും മുന്നോട്ടേക്കുള്ള പോക്കും എന്താകും. അപ്പം യാത്രയും മുന്നോട്ടേക്കുള്ള പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വ്യക്തിക്ക് വൈഫുണ്ട്, ഒരു മോളും ഉണ്ട്. ഗൈസ് അപ്പോൾ ബൈ ബൈ.